നമസ്കാരം, ഡോക്ടർ അൽഫീനയാണ്. ഏതൊക്കെ ടെസ്റ്റുകളാണ് തൈറോയിഡിന് ചെയ്യേണ്ടത്? ആരൊക്കെയാണ് ഈ ടെസ്റ്റുകൾ ചെയ്യേണ്ടത്? സ്ഥിരമായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ന് നമുക്ക് അതിനുള്ള ഉത്തരം കണ്ടുപിടിച്ചാലോ? തൈറോയിഡിന്റെ ലക്ഷണങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ചില അസുഖങ്ങൾ ഫാമിലിയിൽ റൺ ചെയ്യുന്നവർ ഇതിന്റെ ടെസ്റ്റ് മസ്റ്റായിട്ട് ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തൈറോയിഡ് രോഗങ്ങളാണ്. അത് നിങ്ങളുടെ പേരൻസിന് ആർക്കെങ്കിലും തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്നുണ്ടോ? തൈറോയിഡ് റിമൂവ് ചെയ്ത് സർജറി ചെയ്ത് കളഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ പേരൻസിന് മാത്രമല്ല, പേരൻസിന്റെ സിബ്ലിങ്സോ ഗ്രാൻഡ് പേരൻസ്. ഇപ്പം നമുക്കറിയാം, പഴയ തലമുറയാകുമ്പോൾ ഇതൊന്നും പലരും കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് അറിയാവുന്ന കേസുകൾ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ തൈറോയിഡ് ചെക്ക് ചെയ്തിരിക്കണം. ഇനി തൈറോയിഡ് മാത്രമല്ല, മറ്റു ചില അസുഖങ്ങൾ കൂടി തൈറോയിഡിന് കാരണമാകാറുണ്ട്. ഇപ്പം നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും, അതായത് പേരൻസിന്റെ സിബ്ലിങ്സ്, ഗ്രാൻഡ് പേരൻസ്, അതുവരെയുള്ളത് നമുക്ക് എടുക്കാം. അപ്പം ഇവരിൽ ആർക്കെങ്കിലും വാദസംബന്ധമായ അസുഖങ്ങളുണ്ടോ? അന്നൊന്നും പോയിട്ട് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഒന്നും ആരും ചെക്ക് ചെയ്യുന്നില്ല. ഇപ്പം റുമാറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആണെങ്കിലും വാദം എന്നാ പറയാല്ലേ. അപ്പം വാദസംബന്ധമായ ബുദ്ധിമുട്ടുകളുള്ളവരാണ്, അല്ലെങ്കിൽ അലർജി, ആസ്മ, ശ്വാസമുട്ടൽ, അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്, ഡയബറ്റിസ്, ഫാമിലി ഹിസ്റ്ററി സ്ട്രോങ് ഡയബറ്റിസ് ആണെങ്കിൽ, അല്ലെങ്കിൽ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നവരുണ്ട്, ഫാറ്റി ലിവർ ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റു ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ ഉള്ളവർ, നിങ്ങൾക്ക് അറിയാവുന്നവരാരെങ്കിലും ഈ ഫാമിലിയിൽ പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തൈറോയിഡ് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അസുഖം ക്യാൻസറാണ്. ആർക്കെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ തൈറോയിഡ് ചെക്ക് ചെയ്യണം. ഈ ഓട്ടോ ഇമ്മ്യൂണിറ്റിയും ക്യാൻസറും തമ്മിൽ വളരെ വലിയ ബന്ധമുണ്ട്. അപ്പം ഇത് കൈമാറ്റം കിട്ടാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒന്നും കൂടെ പറയാം, തൈറോയിഡ് പ്രശ്നങ്ങളുള്ളവർ, അലർജിയുടെ ബുദ്ധിമുട്ടുകളുള്ളവർ, മറ്റു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡയബറ്റീസ്, ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ, അങ്ങനെ മെറ്റബോളിക് തകരാറുകൾ ഉള്ളവർ, ക്യാൻസർ ഉള്ളവർ, ഇത്രയും അസുഖങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും തൈറോയിഡ് ടെസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ലക്ഷണങ്ങളിലേക്ക് വരാം. എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമുക്ക് തൈറോയിഡ് ഉണ്ടോ ഇല്ലയോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ഷീണം. എപ്പോഴും ക്ഷീണമാണ്. ഒരു കാലത്ത് നിങ്ങൾ അല്ലായിരുന്നു, നല്ല ഊർജ്ജസ്വലതയോടെ ജോലിയൊക്കെ ചെയ്യുമായിരുന്നു. പെട്ടെന്ന് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായി, മടി പിടിക്കുന്നു, ഒരു ഉത്സാഹവും ഇല്ല ഒന്നും ചെയ്യാൻ. എന്തെങ്കിലും ജോലി ചെയ്താൽ തന്നെ പെട്ടെന്ന് പോയി ഇരിക്കണം, കിടക്കണം, വയ്യാതെയാവും. ഇന്നൊന്ന് മേലനങ്ങി പണിയെടുത്താൽ നാളെ ദേഹം മുഴുവൻ നീർക്കെട്ട്, വേദനകളാവും. വേദനകൾ ചില പ്രത്യേക വേദനകൾ, ദേഹം മുഴുവനും വേദനയുണ്ട്. അതുകൂടാതെ തന്നെ ചില പ്രത്യേക വേദനകൾ നമുക്ക് നോക്കാൻ പറ്റും. ഉദാഹരണത്തിന്, ഉറങ്ങി എണീറ്റ് വരുമ്പം നിലത്ത് കാല് കുത്തുമ്പോൾ വേദന, ഉപ്പുറ്റി വേദന, അല്ലെങ്കിൽ പാദത്തിന് നല്ല വേദന. മുറ്റം അടിക്കുമ്പോൾ നമ്മൾ ചൂലൊക്കെ പിടിച്ച് മുറ്റം എടുക്കുകയാണെങ്കിൽ കൈ കുഴയ്ക്ക് വേദന, കാർപ്പൽ ടണൽ സിൻഡ്രോം, അല്ലെങ്കിൽ ടെന്നീസ് എൽബോ, ഫ്രോസൺ ഷോൾഡർ. നമുക്ക് രാത്രി കൈ വെച്ച് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങി ഒന്ന് പകുതി ആകുമ്പോഴേക്കും കൈയെല്ലാം മരയ്ക്കുക, വേദന എടുക്കുക. അപ്പം ഇങ്ങനെയുള്ള വേദനകൾ, തരിപ്പുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് കൂടെ നിങ്ങളെ അലട്ടുന്നുണ്ട്. ദേഹം നീര് വെക്കുക, ചീർക്കുക, വണ്ണം കൂടിക്കൊണ്ടേയിരിക്കുക. പട്ടിണി കിടന്നാൽ പോലും വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റുന്നില്ല. അല്ലെങ്കിൽ നിങ്ങൾ മറ്റു പല രീതികളിൽ വണ്ണം കുറയ്ക്കാൻ ശ്രമിച്ചാൽ പോലും 1 കിലോയോ 1.5 കിലോയോ മാക്സിമം കുറഞ്ഞാൽ തന്നെ അത് നിർത്തി കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ പഴയപടി വീർത്ത് വരിക. ദഹന സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ, ഗ്യാസ്, എന്ത് കഴിച്ചാലും ഗ്യാസാണ്, കുളിച്ച് കെട്ടി വരിക, വയറ് കമ്പിക്കുക, നെഞ്ച് എരിയുക, മോഷൻ, ശോധന ശരിയായിട്ട് നടക്കാതെ വരിക. ഇനിയുള്ള ഒരു പ്രശ്നം ഉറക്കം. പകലിങ്ങനെ തൂങ്ങിയിരിക്കും. എപ്പോഴും നമുക്കൊരു ഉറക്കം മതിയാവാത്ത, എത്ര ഉറങ്ങിയാലും ഉറക്കം മതിയാവാത്ത പോലെ തോന്നുക. എപ്പോഴും ഇങ്ങനെ ഉറങ്ങി, ഇപ്പൊ കുറച്ചു നേരം എവിടെയെങ്കിലും വെറുതെ ഇരുന്ന നേരം ഉറങ്ങിപ്പോവുക. ഇനി മുടി കൊഴിച്ചില്, സ്കിന്നിന്റെ ചില പ്രശ്നങ്ങൾ. സ്കിന്നിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പം ഏറ്റവും അധികം നോട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ് ബട്ടർഫ്ലൈ പാച്ചസ്. നമ്മുടെ മുഖത്ത് ഈ 2 സൈഡിൽ കരിമംഗല്യം എന്ന് പറഞ്ഞ് വിട്ടുകളയാറുണ്ട് പലപ്പോഴും. പക്ഷെ ഈ പാച്ചസ് ഉള്ള ആളുകളിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഞാൻ നോട്ട് ചെയ്തൊരു സംഗതിയാണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് അവർക്കുണ്ട്. പിന്നെ അലർജിയുടെ പ്രശ്നങ്ങൾ. അലർജി എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് അലർജിയുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പ് നിങ്ങൾക്ക് ശക്തമായ തുമ്മലും ശ്വാസം മുട്ടലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് ഇല്ലാണ്ടായി, തന്നെ നിന്നു. അപ്പം അലർജി പണ്ടുണ്ടായിരുന്നവർക്കും ഇപ്പോൾ ഉള്ള ആളുകളാണെങ്കിലും നമുക്ക് തൈറോയിഡിന്റെ ടെസ്റ്റുകൾ ചെയ്യാം. ഇനി ഇമോഷണൽ ഡിസ്റ്റർബൻസസ്, മൂഡ് സ്വിങ്സ്.
ദേഷ്യം, സങ്കടം, ഡിപ്രഷൻ, ആൻസൈറ്റി, ഇറിറ്റേഷൻ. ഇത് തൈറോയിഡിന് മാത്രമല്ല, ഒട്ടുമിക്ക ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങളുള്ളവർക്കെല്ലാം തന്നെ ഈ ഒരു മൂഡ് സ്വിങ്സ് ഉണ്ട്. അപ്പം ഇതും ഉള്ളവർ ഈ പറഞ്ഞ ലക്ഷണങ്ങളോടൊപ്പം ഇതുള്ളവർക്കും നമുക്ക് തൈറോയിഡിൻ്റെ ടെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി തൊണ്ടയിലേക്ക് വരുവാണെങ്കിൽ, തൊണ്ടയിൽ ഒരു മുറിവുള്ള പോലെ, അല്ലെങ്കിൽ ഒരു വലിച്ചിൽ, ഉറക്കെ സംസാരിക്കാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ പാട്ട് പാടാൻ പറ്റാതെ വരിക. പാട്ട് പാടുമ്പോൾ നമ്മൾ വെള്ളി വീഴുക എന്നൊക്കെ പറയാറില്ലേ, പകുതി മുഴുവൻ നമുക്ക് പാടി തീർക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരു മുറിവ് പോലെയോ സൗണ്ട് ഇല്ലാതാവുന്ന പോലെയൊക്കെ ഉള്ളൊരു തോന്നല്, ഹാർട്ട് ബീറ്റ്സ് അല്ലേ, ചില പ്രത്യേക സമയത്ത് നെഞ്ചു പടപടാന്ന് ഇടിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അതുപോലെ കിതപ്പ്, സംസാരിക്കുമ്പം കിതപ്പുള്ളവർ, അല്ലെങ്കിൽ കുറച്ച് ദൂരം നടന്നു കഴിയുമ്പോഴേക്കും കിതയ്ക്കുന്ന ആളുകൾ. അപ്പം ഈ വക ലക്ഷണങ്ങളുള്ള ആളുകൾ, കൂടാതെ ഇനി സ്ത്രീകളിലേക്ക് വരികയാണെങ്കിൽ പീരിയഡ്സിന്റെ സംബന്ധമായ പ്രശ്നം, ഇറഗുലർ സൈക്കിൾസ്, അല്ലെങ്കിൽ ചെറിയ പ്രായത്തിലെ ഫൈബ്രോയിഡ്സ് ഒക്കെ തുടങ്ങുന്ന ആളുകൾ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററക്ടമി, അതായത് ക്യാൻസർ അല്ലാതെ കാരണങ്ങൾ കൊണ്ട് യൂട്രസ് റിമൂവ് ചെയ്യുന്ന ഒട്ടുമിക്ക സ്ത്രീകളിലും കണ്ടുപിടിക്കപ്പെടാത്ത തൈറോയ്ഡ് പ്രശ്നമുണ്ട്. മിക്കവാറും ഈ ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് ഈ ഹിസ്റ്ററക്ടമിയിലേക്ക് നയിക്കുന്ന ഒരു കാര്യം. അതായത് യൂട്രസിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകും, സിസ്റ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഫൈബ്രോയിഡ്സ് ഉണ്ടാക്കാം, ഹെവി ബ്ലീഡിങ് ഉണ്ടാക്കാം. അപ്പം ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, പീരിയഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളും തൈറോയിഡിൻ്റെ ടെസ്റ്റുകൾ ചെയ്യണം. ശരി, ഇപ്പോൾ ഒട്ടുമിക്ക ബുദ്ധിമുട്ടുകളും വന്നെന്ന് വിചാരിക്കുന്നു. ഇനി ഏതൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോൾ തൈറോയിഡിൻ്റെ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിലേക്ക് വരിക T3, T4, TSH അല്ലേ? അത് ഹോർമോണൽ വേരിയേഷൻ ഉണ്ടോ എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ടെസ്റ്റാണ്. പക്ഷെ തുടക്കത്തിൽ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളൊന്നും ഹോർമോണൽ ലെവലിലേക്ക് കാണിക്കണമെന്നില്ല. ഈ ഹോർമോണൽ ലെവലിലേക്ക് എത്തുന്നത് കുറേ ഡാമേജസ്, തൈറോയ്ഡ് ഗ്രന്ഥിക്ക് കുറേ നാശം സംഭവിച്ചു കഴിയുമ്പോഴാണ്. അപ്പോഴേക്കും നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ഡാമേജസ് ഉണ്ടായി കഴിഞ്ഞു. അപ്പം അതിന് മുന്നമേ തന്നെ നമ്മൾ തൈറോയിഡിൻ്റെ ചില ടെസ്റ്റുകൾ ചെയ്യണം. അപ്പം ആദ്യം തന്നെ നമ്മൾ ചെയ്യാനുള്ളത്, തൈറോയ്ഡ് ഗ്രന്ഥിയെ നശിപ്പിക്കുന്ന ആളുകൾ നമ്മുടെ ബ്ലഡിനകത്തുണ്ടോ, ആൻറ്റിബോഡീസ് എന്ന് പറയും. അപ്പം ആൻറ്റി TPO ആൻറ്റിബോഡീസ്, അല്ലെങ്കിൽ ആൻറ്റി തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡീസ്. ഇനി മറ്റൊരു ആൻറ്റിബോഡിയും കൂടെ ഉണ്ട്, TSH റിസപ്റ്റർ ആൻറ്റിബോഡി. അത് എല്ലാ ആളുകൾക്കും വേണമെന്നില്ല, അത് ചില ലക്ഷണങ്ങൾ, പ്രത്യേക ലക്ഷണങ്ങൾ ഉള്ളവരിൽ മാത്രമേ അത് ചെയ്യാറുള്ളൂ. അതിപ്പോൾ നമുക്ക് രോഗിയെ കണ്ടാലേ അത് പറയാൻ പറ്റും. പക്ഷെ ജനറലായിട്ട് ചെയ്യാൻ പറ്റുന്ന 2 ടെസ്റ്റുകളാണ് ആൻറ്റി TPO ആൻറ്റിബോഡിയും ആൻറ്റി തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡിയും. ഈ ആൻറ്റിബോഡി ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ആണ്. ഇത് കൂടാതെ ഇതോടൊപ്പം തൈറോയ്ഡ് ഗ്രന്ഥിയുടെ സ്കാനിങ് ചെയ്യണം. തൈറോയിഡിൻ്റെ സ്കാൻ എന്ന് പറയുമ്പോൾ അൾട്രാസൗണ്ട് സ്കാനാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടോ, ഇതിനകത്ത് മുഴകൾ വളരുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സിസ്റ്റ് പോലെയുള്ള നോഡ്യൂൾസ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് സ്കാൻ ചെയ്താലേ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ 2 ടെസ്റ്റുകൾ ഞാൻ ഈ പറഞ്ഞ ഫാമിലി ഹിസ്റ്ററിയിൽപ്പെട്ട അസുഖങ്ങളുള്ള ആളുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഉള്ള ആൾക്കാരും മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. ഏകദേശം ഒരു 2000 രൂപയെ ഇതിന് ചിലവ് വരുള്ളൂ. ഒരു ഫാമിലി പോയി ഒരു സമയം കുഴിമന്തി കഴിക്കണമെങ്കിൽ അതിനും കൂടുതൽ പൈസയാവും അല്ലേ? അപ്പം ഈ 2000 രൂപ വലിയൊരു ചിലവാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ഈ ടെസ്റ്റുകൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. അതായത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് ഒരുപാട് മെച്ചപ്പെടുത്താനായിട്ട് പറ്റും. സാധാരണഗതിയിൽ ഇതിൻ്റെ ടെസ്റ്റുകൾ ഇത് ചെയ്യാൻ പറയാറില്ല. കാരണം ഇതിന് കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് രീതിയിൽ ഇതിന് ചികിത്സയില്ല. അതുകൊണ്ട് തന്നെ ആകെ നിങ്ങൾക്ക് ലഭിക്കുന്ന ട്രീറ്റ്മെൻറ്റ് എന്താണ്? തൈറോയിഡിൻ്റെ ഹോർമോൺ ഗുളിക തരും. അല്ലെങ്കിൽ ഇത് ഈ ഗ്രോത്ത് വലുതായി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യും? സർജറി ചെയ്ത് റിമൂവ് ചെയ്യും. ഇത് റിമൂവ് ചെയ്താലും പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കും. ജീവിതകാലം മുഴുവനും ഗുളിക കഴിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണം കിട്ടുന്നുണ്ടോ അല്ലേ? നമുക്ക് ഫിസിക്കലിയുള്ള ബുദ്ധിമുട്ടുകൾ മാറണ്ടേ? അപ്പം അങ്ങനെ മാറ്റിത്തരാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ഇന്ന് കൺവെൻഷണൽ രീതിയിൽ ഇല്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഈ ആൻറ്റിബോഡീസ് ഒന്ന് ചെക്ക് ചെയ്യാൻ അവർ പറയാത്തത്. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ 14 വർഷമായി 2010 മുതൽ തൈറോയ്ഡ് രോഗികളെ ചികിത്സിക്കാൻ തുടങ്ങിയതാണ് ഞാൻ. അപ്പം ഇത് ഇത്രയും വർഷങ്ങൾ ആയിരക്കണക്കിന് രോഗികളെ മനസ്സിലാക്കിയതിൽ നിന്നും അവരുടെ ഫാമിലി ഹിസ്റ്ററി മനസ്സിലാക്കിയതിൽ നിന്നും എന്തുകൊണ്ടാണ് ഈ രോഗങ്ങൾ ഉണ്ടാകുന്നത്, ഇതിനെ കണ്ടുപിടിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ്, ഇനി ഇത് മുന്നോട്ട് പോയാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത്, ഇത്രയും നല്ല ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതിൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാനിത് പറയുന്നത്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതിന് ചികിത്സയില്ലേ, പിന്നെ എന്തിനാ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നത് അല്ലേ? കൺവെൻഷണൽ രീതിയിൽ ചികിത്സയില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നമുക്കിവിടെ ചികിത്സയുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ കയറി നോക്കൂ. പല പ്രായത്തിലുള്ള പല അസുഖങ്ങളോടൊപ്പം, അതായത് മൾട്ടിപ്പിൾ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്ന ആളുകൾ, പല വർഷങ്ങളായിട്ട് ഇത് കണ്ടുപിടിക്കപ്പെടാതിരുന്ന ആളുകൾ, കണ്ടുപിടിച്ചിട്ടും ട്രീറ്റ് ചെയ്ത് പല കോംപ്ലിക്കേഷൻസ് ഉണ്ടായിട്ടുള്ള ആളുകൾ
എല്ലാവരും നമ്മുടെ അടുത്ത് വന്ന് ചികിത്സ എടുത്ത് ഉണ്ടായ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഇതിൽ കൂടുതൽ തെളിവ് നമുക്ക് തരാനായിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഇപ്പൊ പല ആളുകൾക്കും തൈറോയിഡിന്റെ ബുദ്ധിമുട്ടാണ് ഇതെന്ന് മനസ്സിലാകാതെ പോകുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ മനസ്സിലാകാതെ പോയിട്ട് പല പല ചികിത്സകൾ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്നും റിസൾട്ട് കിട്ടില്ല. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ വേദനകൾ, നിങ്ങൾക്ക് ഇപ്പം ഈ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ പോയിട്ട് തൈറോയ്ഡ് ചെക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വേദനകളും നീർക്കെട്ടുകളും ഒക്കെ ഉണ്ട്. നിങ്ങൾ എത്ര മസാജ് ചെയ്ത് കിഴി പിടിച്ചാലോ അല്ലെങ്കിൽ എത്ര HCQ ടാബ്ലറ്റ് തിന്നാലും നിങ്ങളുടെ വേദനയ്ക്ക് യാതൊരു കുറവും വരാൻ പോകുന്നില്ല. ഈ തൈറോയിഡിനെ ട്രീറ്റ് ചെയ്യാതെ ഈ നീർക്കെട്ടും വേദനകളും നമുക്ക് റിസൾട്ട് കിട്ടില്ല. നിങ്ങൾ പോയി ചെയ്യുമ്പം അതെ ഒന്ന് തിരുമിയാലോ ഒന്ന് കിഴി പിടിച്ചാലോ അന്നേരം ഒരു സുഖം കിട്ടും എന്നല്ലാതെ തിരിച്ച് അത് നിർത്തി കഴിയുമ്പം ഇരട്ടിയായിട്ട് നീരും വേദനയെല്ലാം കൂടും. അപ്പം ഇതിനൊരു നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറണമെങ്കിൽ ഇതിന്റെ പുറകിലെ യഥാർത്ഥ കാരണത്തെ ചികിത്സിക്കണം. ഈ കാരണത്തെ കണ്ടുപിടിക്കപ്പെടാതെ പോകാതിരിക്കാനാണ് ഞാൻ നിങ്ങളോട് ഈ ടെസ്റ്റുകൾ ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ നമുക്കറിയാലേ, നമ്മൾ പഴഞ്ചൊല്ലുണ്ട്, സൂചി കൊണ്ട് എടുക്കുന്നതിനെ സൂചി കൊണ്ട് എടുത്താൽ പിന്നെ തൂമ്പ് കൊണ്ട് എടുക്കേണ്ടി വരും. പക്ഷെ ഇവിടുത്തെ സാഹചര്യത്തിൽ ഈ സൂചി കൊണ്ട് എടുക്കാവുന്ന സാഹചര്യം ഇപ്പോഴാണ്, തുടക്കത്തിലാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ തൂമ്പ് കൊണ്ട് പോലും എടുക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തും. അന്നേരം വരുന്നിടത്ത് വെച്ചിരുന്ന് കാണാമെന്ന് പറയാൻ പറ്റില്ല, വരുന്നിടത്ത് വെച്ച് ഇരുന്ന് കരയാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. കാരണം ഇതിന്റെ ഈ വില്ലനെ ട്രീറ്റ് ചെയ്യാതെ ഇതിന്റെ ബുദ്ധിമുട്ടുകളൊന്നും മാറത്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ ലക്ഷണങ്ങളോ ഫാമിലി ഹിസ്റ്ററിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ചെക്ക് ചെയ്ത് വെക്കുക. ഇല്ലെങ്കിൽ അത്ര സമാധാനത്തോടെ ഇരിക്കാൻ, ഉണ്ടെങ്കിൽ അതിനെ ശരിയായി ചികിത്സിക്കുക, ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോവുക.